സത്തു ഹലോ. ഇക്ക നല്ല പണിയിലാണല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കോഴിക്കോട് പോയി വന്നിട്ട് നമ്മളെ വണ്ടി കഴുകാണ്. വണ്ടി വീട് ചെടികള് പരിസരം പിന്നെ ഇവിടെയുള്ള നമ്മുടെ കുട്ടികള് എല്ലാം എല്ലാവരും നല്ല നീറ്റ് ക്ലീൻ ആയിരിക്കണം. അത് നമുക്ക് നിർബന്ധം. കട വണ്ടിയിൽ എവിടെ പോയാലും എല്ലാരും പറയാറുണ്ടല്ലോ, എല്ലാവരും നോക്കും വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണല്ലേ? എല്ലാവരും നോക്കും. അങ്ങനത്തെ വണ്ടിയാ. അല്ലേക്കാ, നമ്മുടെ ഈ വണ്ടി വാങ്ങിട്ട് നമ്മ എത്ര വർഷമായിട്ടുണ്ടാവും? ഇത് പുതിയ വണ്ടിയല്ലേ? എത്ര വർഷമായിട്ടുണ്ടാവും വാങ്ങിട്ട്? കുറച്ചായിട്ടുള്ളൂ. വണ്ടി ആകെ 30,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. പക്ഷെ എവിടെ പോയി നിർത്തിയ ഷോറൂമിൽ നിന്ന് കൊണ്ടുവന്ന അതേ ഒരു ഫീലാണല്ലേ? എനിക്ക് അങ്ങനെ നോക്കണ കാരണമാണ്. അതെ, ഇത് ശരിക്കും സാധാരണക്കാർ എന്തുകൊണ്ടാ ഈ തുടക്കണ? എന്താ സാധനം? ഈ സാധനം വണ്ടി തുടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മേടിക്കുന്നത്, അല്ലാണ്ട് നോക്കട്ടെ. റബ്ബർ കോട്ടിംഗ്. അതൊക്കെ എവിടെന്നാ വാങ്ങിച്ചു? സാധാരണ ആൾക്കാർ പഴന്തുണി കൊണ്ട് തുടക്കണ പോലെ അല്ല അത്. അത് എവിടെന്നാ വാങ്ങിച്ചിക്കാ? നമ്മള് പ്രത്യേകം ഓർഡർ ചെയ്തിട്ട് ഓൺലൈനിൽ നിന്ന് വരുത്തിയതാ. അതെ. പിന്നെ അതുകൊണ്ട് തുടക്കുമ്പോ അത് നമ്മുടെ ഗ്ലാസും ഫുള്ളും തുടക്കാം, വണ്ടി ഫുള്ളും തുടക്കാം. നമ്മൾ തുടക്കും. നമുക്ക് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാലേ, ഒറ്റ തുട തുടച്ചാ കംപ്ലീറ്റ് വെള്ളം ഇതിൽ പോയി. ഉറക്കെ പറയിക്ക. കംപ്ലീറ്റ് വെള്ളം ഉണ്ടല്ലോ, ആ സാധനം വലിച്ചെടുക്കും. ഒറ്റ തുടയിൽ പോരും. അതെല്ലേ? പഴം തുണി കൊണ്ട് തുടച്ചാല് 2-3 മാസം തുടങ്ങും. ഇതിപ്പോ ശരിക്കും സാധനമൊക്കെ വാങ്ങിട്ട് എത്ര കാണോ? ഒരു 2 വർഷമൊക്കെയോ? അതൊക്കെ അതിന്റെ മോളിക്കാനോ ഇന്നലെ എലി കടിച്ചു. അയ്യോ, മൂടി വെക്കാൻ മറന്നപ്പോഴേ എലി കടിച്ചു. ജസ്റ്റ് എല്ലാം പിടിക്കും. അല്ലക്കാ, അതിപ്പോ നമുക്ക് കുറച്ചായില്ലേ വാങ്ങിട്ട്, പഴയതുപോലെ ആയില്ലേ? എന്നാലും അതൊന്ന് ഇങ്ങനെ നിർത്തിയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊന്ന് കാണിച്ചു കൊടുക്കോ? അല്ല, ആ സാധനം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ. അത് ശരിക്കൊരു റബ്ബർ പോലെയാണല്ലേ? നല്ലൊരു സാധനമാണത്. അറിയാത്തവര് പഠിച്ചോ? അല്ല, ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാത്. നമുക്കിനി എവിടെയെങ്കിലും ഇത് കാണാൻ ഒരു പുതിയത് വായിക്കണം കേട്ടാ. ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം. ചില വൃത്തിയില്ലാത്ത ആൾക്കാരുണ്ടല്ലോ, അവർക്കൊന്നും അറിയാം. അവര് തുണി കൊണ്ട് മറ്റേ വാഷ് ഇതുകൊണ്ടൊക്കെ തുടക്കും അല്ലേ? പോയിന്റ് ഒക്കെ ഉപയോഗിച്ച് തുടക്കും അല്ലേ? ഷർട്ടും പറന്നും അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. ഷർട്ടും പറന്നും അറിയാത്ത അതുപോലെ ഒരു സംഭവം അതറിയാത്ത ചില വൃത്തിയുള്ള ആൾക്കാരുണ്ട്. അവര് പയം തുണി കൊണ്ടാ നല്ല ക്ലീൻ ആവുന്നുണ്ടല്ലേ? എവിടെ പോയി വന്നാലൊക്കെ തുറക്കൂലേ വണ്ടി? കഴുകും. എവിടെ പോയി വന്നോ വണ്ടി കഴുകും. ഇന്ന് വണ്ടി കണ്ടിയാലേ രാത്രി വരുമ്പോഴേ പോങ്ങണ്ണ വണ്ടി എന്നുവെച്ചാല് 1 ലിറ്റർ ഉള്ളോ പോങ്ങണ്ണ വണ്ടി. അപ്പൊ ഞാൻ വിചാരിച്ചതേ, പണ്ടാമത് നമ്മളെ വണ്ടി വന്ന് എടുക്കുവോ വിചാരിച്ചിട്ട് ഞാൻ ആദ്യം വിചാരിച്ചു മോട്ടോർ സൈക്കിളാണ്. അപ്പൊ യൂസായി പോയിട്ടുണ്ടാവും. ഒരു കണ്ടല്ലുള്ളോ. അപ്പൊ ഞാനിത് മോട്ടോർ സൈക്കിളാണോ കാറാണോ ആ കൺഫ്യൂഷൻ. നോക്കുമ്പോ പോങ്ങണ്ണ വണ്ടിയാ. അപ്പൊ പോലീസ് ചാർജ് ചെയ്യില്ലേക്കാ? പോലീസ് അല്ല അതിന് ചാർജ് ചെയ്യാ. പിന്നെ അതിന് കോടതി ചാർജ് ചെയ്യും. ഓക്കെ, കോടതി പടത്തിന് ചാർജ് ചെയ്യും. യെസ്. നല്ല ക്ലീൻ ആവണ്ടല്ലേ തുറക്കുമ്പോ? പിന്നല്ല. നമ്മുടെ വണ്ടിയുടെ പേര് കണ്ടിട്ടില്ലല്ലോ സബ്സ്ക്രൈബേഴ്സ്? നമ്മുടെ ബുള്ളറ്റും ആക്റ്റീവയും ഒക്കെ സത്താർ സഹമിയാ. സത്താർ സഹമി കാണിച്ചേ മോനു. കാണുമോ? സത്താർ സഹമി നമ്മുടെ വണ്ടി എഴുതിയിട്ടില്ലേക്കാ? സബ്സ്ക്രൈബേഴ്സ്, ഇതാണ് നമ്മുടെ സത്തുവിന്റെ വണ്ടി. സത്താർ സഹമി എന്നാണ് കേട്ടോ വണ്ടിയുടെ പേര്. നമ്മുടെ ചാനലിന്റെ പേരാണ് നമ്മുടെ വണ്ടിക്ക് ഇട്ടുള്ളത്.